ശമ്പളമില്ല അധികാരികളെ, ഇതെന്ത് ന്യായം അധികാരികളെ, ഇതെന്ത് ന്യായം അധികാരികളെ, ഇതെന്ത് നീതി അധികാരികളെ. ജനുവരി 22 സെക്രട്ടേറിയറ്റ് പടിക്കലിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. വലിയ സമരങ്ങളാണ് ഇവിടെ. സെക്രട്ടേറിയറ്റ് പടിക്കൽ പല പല സംഘടനകളും സമരത്തിലാണ് ഇവിടെ. അപ്പോൾ പോരാതെ ജനം ടി വി, അതുപോലെ തന്നെ മറ്റേ ഏഷ്യാനെറ്റ്, എല്ലാ ചാനലുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ കമാൽ പാഷ സാർ ഇന്നലെ നിന്ന് പറയുന്നു, ഗ്രീഷ്മ ഗത്യന്തരമില്ലാതെ കൊന്നു. ഇടത് വലത് സംഘടനകൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. കാഴ്ചയാണ് വലിയ സമരങ്ങളാണ് ഇവിടെ. ഈ സമരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഏതാനും 1-2 സംഘടനകൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സംഘടനകളും സർക്കാർ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടി, DAക്ക് വേണ്ടി, അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി ഉള്ള സമരങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസത്തെ പണിമുടക്ക്, ആ പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടനത്തിൽ പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ, അതുപോലെ തന്നെ ഇവിടെ ജോയിൻറ്റ് കൗൺസിൽ അടക്കമുള്ള സമരസമിതികൾ, അസോസിയേഷൻ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വലതുപക്ഷ സംഘടനകൾ എല്ലാം ഒരുമിച്ച് നിന്ന് സമരം ചെയ്യണം. അവർ അവകാശങ്ങൾക്ക് വേണ്ടി ഭിന്നിച്ച് നിൽക്കൽ, ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട സംഘടന മാത്രം ഇതിനകത്ത് പങ്കെടുക്കുന്നില്ല. പിന്നെ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു സംഘടനയും ഇതിൽ നിന്ന് നീങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നറിയില്ല. നമ്മളൊക്കെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതെല്ലാം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഇനിയെങ്കിലും സർക്കാർ ജീവനക്കാരും സംഘടനാ നേതാക്കളും മനസ്സിലാക്കുക എന്നുള്ള കാര്യം. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ്. പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്നത് പരാജയമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി ശബ്ദമുയർത്താൻ ഇപ്പോൾ പങ്കാളിത്ത പെൻഷൻകാരുടെ സംഘടന മാത്രമല്ല, ജോയിൻറ്റ് കൗൺസിൽ അടക്കമുള്ള അസോസിയേഷൻ അടക്കമുള്ളവർ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. അതുപോലെ ജോയിൻറ്റ് കൗൺസിൽ പോലുള്ള സംഘടനകൾ നേരത്തെ തന്നെ വലിയ വലിയ സമരങ്ങളിലേക്ക് വന്നു. ഭരണത്തിലിരുന്നു കൊണ്ട് തന്നെ അവർ സമരം ചെയ്യുന്ന ഒരു സംഘടനയാണ്. അവരാണ് ആദ്യമായിട്ട് ഈ സമരം പണിമുടക്ക് സമരം പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ച സമരങ്ങളിലേക്ക് കടന്നു വന്ന് ഇപ്പോൾ ഭിക്ഷാടന സമരം ജില്ലകൾ തോറും നടന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നേക്കാണ്. അതായത് ഈ ബഡ്ജറ്റിലെങ്കിലും ജീവനക്കാർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഇവിടെ ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വിരമിച്ച NPSകാർക്ക് നൽകേണ്ട പെൻഷനും DCRG നൽകും എന്ന് വിചാരിക്കുന്നു. സർക്കാരിന് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അത് നടത്താതിരിക്കുന്നത് എന്തുകൊണ്ടെന്നുള്ള കാര്യം പറയണം. ജീവനക്കാർക്ക് പുനഃപരിശോധിച്ചിട്ട് അനുകൂലമായിട്ട് ഒരു ഇത് നൽകാമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. സർക്കാർ പറഞ്ഞിരുന്നത്, കഴിഞ്ഞ സർക്കാർ പറഞ്ഞിരുന്നതാണ്, LDF പറഞ്ഞിരുന്നതാണ്, നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നതാണ്. എന്നിട്ട് അത് 21-ൽ അത് മാറ്റിവെച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ പ്രകടന പത്രികയിലുള്ള പങ്കാളിത്ത പെൻഷൻ മാത്രം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ അതിൽ വലിയ പ്രതിഷേധം ജീവനക്കാർക്കുണ്ട്. അതിലേറെ വിരമിച്ചിട്ടുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ചിട്ടുള്ളവരുടെ ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുന്ന ആ പാത്രം ഒന്ന് കാണിച്ചേ. ഭിക്ഷ എടുത്തിട്ട് എത്ര രൂപ കിട്ടി? ഭിക്ഷ എടുത്തിട്ട് എത്ര രൂപ കിട്ടി? കുറച്ച് കാശ് കിട്ടി. ഇന്നത്തേക്കുള്ള ചെലവിനായ നാളെ തുടങ്ങി എന്ത് ചെയ്യോപ്പാ? ഭിക്ഷ എടുത്ത് പോകേണ്ട വരുവാ. എന്തായാലും ഇത്രം പേരുടെ ഇടയിൽ ഭിക്ഷ എടുത്തോണ്ട് വരികയാണ്. ഏതായാലും എന്താണ് അത് പറയാനുള്ളത്? നിങ്ങളിപ്പോ എത്ര നാളായി സമരത്തില്? ഞങ്ങളിപ്പോ 6 മാസമല്ല, 1 വർഷത്തിൽ കൂടുതലായി. മൈക്കോടുക്ക് കാര്യങ്ങള് പറയാം. എന്താണ് നിങ്ങളുടെ
ഇപ്പോഴത്തെ അവസ്ഥ പറ. 440 രൂപ പെൻഷൻ കിട്ടും. ആ ഞങ്ങൾക്ക് ഒരു ജീവിക്കാൻ നിർത്തിയില്ല, മരുന്ന് വാങ്ങിക്കാൻ പോലും ഒരു രക്ഷയില്ല. ആ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് സർക്കാർ വിശ്രമിക്കാൻ തന്ന സമയം ഞങ്ങള് റെസ്റ്റ് ഇല്ലാണ്ട് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അപ്പൊ അവസ്ഥയാണ്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് മാസം എത്ര കിട്ടും? സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് 1400 രൂപ ഇട്ടത് പോലെ ജീവിക്കാം. പിണറായി സർക്കാരിന്റെ കാലത്ത് 1 കിലോ പഞ്ചസാരക്ക് 40 രൂപ, ഇന്നിപ്പോ 80 രൂപയായി. 46 ഇന്നിപ്പോ 86 ആയി. അത്രയും വലിയ വില കുറച്ചൊക്കെയാണ് കിട്ടണത്. പിന്നെ സപ്ലൈകോയിൽ ചെന്നാൽ 2000 രൂപ കൊണ്ട് ചെന്നാൽ 1000 രൂപയുടെ സാധനം കിട്ടും. ഇപ്പൊ തിരുവനന്തപുരത്തേക്കൊക്കെ വന്നതിന് ചെലവല്ലേ അപ്പ? എങ്ങനെ വരുന്നത്? ചെലവൊക്കെ ഞങ്ങൾ ചട്ടിയായിട്ടാ വന്നത്. പിച്ചെടുത്തിട്ട് എത്ര കിട്ടി? പിച്ചെടുത്തിട്ട് ഞങ്ങൾക്ക് എത്ര കിട്ടി? 100-150 രൂപയോളം കിട്ടി. തിരുവനന്തപുരം ഞങ്ങള് ട്രെയിനിൽ ഒരു ഊണ് കഴിക്കണമെങ്കിൽ 100 രൂപ വേണം തിരുവനന്തപുരത്ത്. ഒരു ഊണിനുള്ളതുണ്ടായി. ഒരു ഊണ് 2 പേരും കൂടി കഴിച്ചാൽ മതി അപ്പ, അത് അത്രേ ഉള്ളൂ അല്ലേ? പറയാനുണ്ടോ എന്തെങ്കിലും? പെൻഷനായതിനു ശേഷം വേറെ ജോലിക്ക് പോയായ കുടുംബങ്ങൾക്കുള്ളൂ. മക്കളൊക്കെ വലുതായി ജോലി കിട്ടിയത് കൊണ്ട് പട്ടിണി ഇല്ലാണ്ട് കഴിയുന്നു. വേറെ ജോലിക്ക് പോകണം. മരുന്നിന് ഡ്രസ്സില്ല. എത്ര വർഷം സർവീസ്? 12 വർഷം സർവീസ് ഉണ്ടായിരുന്നു. എത്ര വീട്ടുണ്ട്? 1955. പത്രമാണ് കിട്ടുന്നത്. എന്നാ സാറിന് എന്തെങ്കിലും പറയാണ്ട? ആർക്കും എന്തെങ്കിലും പറയാണ്ട? പറയും. പറഞ്ഞോ. ശരി. അപ്പൊ അതെ, അവര് ഭിക്ഷാടന സമരം നടത്തി മടങ്ങിയാണ് എറണാകുളം എന്നുള്ളവര്. ഏതായാലും ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അവർക്ക്. നിങ്ങൾ അതുകൊണ്ട് പലിശ കൊടുത്താലും ജീവിക്കാമല്ലോ നിങ്ങൾക്ക്. എന്തായാലും ശരി. അപ്പൊ നമുക്ക് അടുത്ത സമരവേദിയിൽ വെച്ച് കാണാം. സമരപടന് പ്രത്യേക അഭിനന്ദനങ്ങൾ.